പിന്നെ നമ്മൾ ഒരു ഹൈക്കിന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല ലേറ്റായി, വെതർ നല്ല ക്ലൈമറ്റ് ആണ്. സ്റ്റിൽ നൗ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വി ആർ സ്റ്റിൽ ഓൺ ദ പ്രോസസ് ഓഫ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞു കട. ചെറിയ മഴയുണ്ട്. ഞാൻ എൻ്റെ ലുക്കൊക്കെ ക്യാപ്പൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ഫോറസ്റ്റിലോട്ട് നടക്കുകയാണ് ഗായ്സ്. കുറേ ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഹാലോവിനായിട്ട് എല്ലാവരും ഇപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പംകിൻസ് ഒക്കെ ക്രേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് എപ്പിംഗ് ഫോറസ്റ്റ്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേ ഇങ്ങനെ ചിന്തിച്ചു, റോഡുള്ള ഫോറസ്റ്റോ എന്നിങ്ങനെ ചിന്തിച്ചു. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ എപ്പിംഗ് ഫോറസ്റ്റ് അത്ര ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. 55,000-ഓളം ആൻഷ്യൻ ട്രീസിനെ ഒക്യുപ്പൈ ചെയ്യിക്കുന്ന 6,000 ഏക്കറിൽ വരുന്ന ഒരു ലണ്ടനിലെ ലാർജസ്റ്റ് ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ഹൈക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്തായാലും പോസ്റ്റ് ചെയ്യാന്ന് വെച്ചത്. ഇതൊരു ഫ്ലോപ്പ് ഹൈക്കായിരുന്നെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെയാണ് കാട് ഫുള്ള് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ്. ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ഫീൽ ആയിട്ടുള്ളത്, ഇവിടുത്തെ ജീവികൾക്കൊന്നും ഒരു പേടിയില്ല. അതായത് ഇപ്പോൾ ഒരു പ്രാവായാലും ഇപ്പോൾ ഈ താറാവായാലും ഇവർക്ക് നമ്മളെയൊന്നൊരു പേടിയില്ല. കാരണം അവരവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മളുടെ ജീവിതം ജീവിക്കുന്നു. ഇനി എനിക്ക് UK പറ്റി പറയാനുള്ളത് ഇവിടുത്തെ വെതറിനെ പറ്റിയാണ്. ഒരു സ്ഥിരതയും ഇല്ലാത്തൊരു വെതർ എന്ന് പറയുന്നത് ഇവിടുത്തെ വെതറാണ്. പെട്ടെന്ന് മഴയാവും, പെട്ടെന്ന് വെയിലാവും, പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനൽ ഞാൻ പറഞ്ഞു വന്ന ആ പണിയുടെ അറ്റത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മളുടെ പണി. ഇവിടെ നിന്നായിരുന്നു യഥാർത്ഥ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പബ്ലിക് ആക്സസ് ഇല്ല ഇവിടത്തേക്ക്. പ്രൈവറ്റ് ആയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേക ഓതറൈസേഷനൊക്കെ വേണം. ഇവിടെ റൂൾസ് വളരെ കൂടുതലായതുകൊണ്ടും നമുക്കിതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടും എന്തുകൊണ്ടും പണി പാളി. അപ്പോൾ തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് അടുത്ത ഓപ്ഷൻ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.